ഫി ക്ലാസ്സസ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അഫയേഴ്സാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻവർഷ പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ അല്ലെങ്കിൽ ചോദിച്ച ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, റെഡിയാണല്ലോ? നമുക്ക് നോക്കാം. 5 ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിലും ചർച്ച ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 2026 പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഫിൻലാൻഡ്. ഏതാണ്? ഫിൻലാൻഡാണ് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതുള്ള ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ ഫിൻലാൻഡ്. ഏതാണ്? ഫിൻലാൻഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആഗോള സൂചികയിൽ ഫിൻലാൻഡ് 1-ാം സ്ഥാനം, തൊട്ടു പിന്നാലെ സ്വീഡന് 2-ാം സ്ഥാനവും ഡെൻമാർക്കാണ് 3-ാം സ്ഥാനം ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നോക്കുക. ഡെൻമാർക്ക് 3-ാം സ്ഥാനം, സ്വീഡൻ 2-ാം സ്ഥാനം. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇന്ത്യ സൂചികയിൽ 167 രാജ്യങ്ങളിൽ 94-ാം സ്ഥാനമാണ് ഇത് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യൻ്റെ സ്ഥാനം ഏതാണ്? 94. അപ്പോൾ ഇന്ത്യൻ്റെ സ്ഥാനം നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. 94-ാം സ്ഥാനമാണ്. ഏറ്റവും ആദ്യത്താണെന്ത്? ഫിൻലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയാണല്ലോ? സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനം റെഡിയാണല്ലേ? അടുത്ത് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചത് 2026 ജൂലൈയിലെ കമ്മീഷൻ ചെയ്ത അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ ഏതാണ്? സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ ഏതാണ്? ആൻസർ നോക്കുക. INS മഹേന്ദ്രഗിരി. ഏതാണ്? INS മഹേന്ദ്രഗിരി അല്ലേ? മഹേന്ദ്രഗിരി എന്നാലോചിക്കുക. യുദ്ധക്കപ്പലാണല്ലേ? 2026 വലിയ സൗകര്യത്തോടു കൂടിയിട്ടുള്ള എന്താ പറയുക, അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു യുദ്ധക്കപ്പലാണിത്, INS മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പൽ നിർമ്മാണ പദ്ധതിയായ പ്രൊജക്റ്റ് 17A പ്രകാരം നിർമ്മിച്ചതാണ്. 6ാമത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റാണിത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ഉണ്ടാക്കിയ ഈ കപ്പൽ മുംബൈയിലെ മസഗോണ്ടോവ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും നോക്കാനുള്ളത് അങ്ങനെ അത്യാധുനികമായിട്ട് അല്ലേ നിർമ്മിച്ച 2026 നിർമ്മിച്ച യുദ്ധക്കപ്പലാണിത്. ഒരു കപ്പലാണിത്, INS മഹേന്ദ്രഗിരി. അപ്പോൾ 2026-27 പരീക്ഷയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് INS മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. 2026 ICC വനിതാ 20 ലോകകപ്പ് ജേതാക്കളാരാണ്? ഓസ്ട്രേലിയയാണ് വനിതാ 20 ലോകകപ്പിലാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫൈനലി ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയ തങ്ങളുടെ 8ാമത് 20 ലോകകപ്പ് കിരീടമാണ് സ്വന്തമാക്കിയത്. കലാശ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയോട് തോറ്റ ആതിഥേയരായ ഇംഗ്ലണ്ട് 2-ാം സ്ഥാനം നേടി. ഇംഗ്ലണ്ടിലെ ചരിത്രപ്രസിദ്ധമായ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഫൈനൽ മത്സരം നടന്നത്. അപ്പോൾ നോക്കുക, ഓസ്ട്രേലിയയാണ് 2026 ICC വനിതാ 20 ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യമെന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ? ഇനി അടുത്ത് നോക്കാം. കടലിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 2026 ജൂണിൽ ഒപ്പുവെച്ച ചരിത്രപരമായ പുതിയ ആഗോള ഉടമ്പടി അല്ലേ? ഉടമ്പടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉടമ്പടി നോക്കാം നമുക്ക്. ആ ഉടമ്പടി എന്ന് പറയുന്നത് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നാണ് ആ ഒരു ഉടമ്പടിയുടെ പേര്. അപ്പോൾ കടലിലെ പ്ലാസ്റ്റിക് അതിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 2026 ജൂണിൽ ഒപ്പുവെച്ച ചരിത്രപരമായ പുതിയ ആഗോള ഉടമ്പടി. അപ്പോൾ നോക്കുക, ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നാണ്. നോക്കട്ടോ, അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണിത്, ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ചരിത്രപരമായ അന്താരാഷ്ട്ര കരാറാണ് ഇത്.
ഭൂമിയിലെയും സമുദ്രങ്ങളിലെയും വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് മലിനീകരണം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു ലക്ഷ്യത്തോടെ രാഷ്ട്രസഭയുടെ യുണൈറ്റഡ് മേൽനോട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിയമപരമായ സാധുതയുള്ള ഈ ആഗോള ഉടമ്പടിക്ക് രൂപം നൽകി. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് പുറമെ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം കുറയ്ക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഘട്ടങ്ങളായി നിർത്തലാക്കുക എന്നിവ ഈ കരാറിൻ്റെ പ്രധാന വ്യവസ്ഥകളാണ്. ഇതാണല്ലോ നിങ്ങൾ കാണാതെ പഠിക്കാമെന്നല്ല, മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പോയിരുന്ന ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി അല്ലേ, പ്ലാസ്റ്റിക് ഇല്ലാതാക്കാൻ വേണ്ടി 2026 ഒപ്പുവെച്ച ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ആഗോള ഉടമ്പടിയാണെന്ത് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി. ലോകകപ്പ് നോക്കൗട്ടിലെത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയത്. അപ്പോൾ 2026 അമേരിക്കയിൽ നടന്ന വേൾഡ് കപ്പിൽ നോക്കൗട്ട് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ്, ഗ്രൂപ്പ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം, അതിൽ എത്തിയിട്ടുള്ള ഏറ്റവും ചെറിയ രാജ്യമാണിത് കേപ്പെ വെറുതെ എന്ന് പറയുന്ന രാജ്യം അല്ലേ. 2026 ഫിഫ ലോകകപ്പിൽ ആ ഒരു എന്താ പറയുക അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട ഘടകത്തിൽ നോക്കൗട്ടിലെത്തിയിട്ടുള്ള ഒരു ടീമാണ് അതല്ലേ. റൗണ്ട് ഓഫ് 32, 48 ടീമിൽ 32 ടീമിൽ ഉൾപ്പെട്ട ടീമാണത് കേപ്പെ വെറുതെ. നല്ല കളിയായിരുന്നു അല്ലേ, ചെറിയ രാജ്യമായിരുന്നു അല്ലേ. ആഫ്രിക്കൻ ദ്വീപാണത് കേപ്പെ വെറുതെയാണ് എന്ന് പറയുന്ന രാജ്യം. നല്ല അടിപൊളി കളിയാണല്ലേ. സ്പെയിൻ എന്ന് പറയുന്ന ടീമിനോട് ആദ്യം സമനില വരുത്തി, പിന്നീട് അല്ലേ അവരുടെ നോക്കൗട്ട് മത്സരം എന്ന് പറയുന്നത് അർജൻറ്റീനയോടായിരുന്നു അല്ലേ. നല്ല ഒരു കളിയായിരുന്നു. അതിൽ മികച്ചൊരു ഗോളി ഉണ്ടാകും അല്ലേ, മെസ്സിനോ എന്ന് പറയുന്ന ഒരാൾ മികച്ച ഗോളിക്കായിട്ട് മാറി. അപ്പോൾ ഇത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളൊരു രാജ്യം കൂടിയാണിത്. അപ്പോൾ ഇത് ചോദിക്കാം, കേപ്പെ വെറുതെ എന്ന് പറയുന്ന രാജ്യമാണ് നോക്കൗട്ടിലെത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയത്. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇവിടെ 5 ക്വസ്റ്റ്യൻസ് അല്ലേ, 5 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവും. നിങ്ങൾക്ക് PSC പ്ലാൻ ചെയ്യുന്ന അങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിന് അഭിപ്രായം നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റായി ഇടുകയും ചെയ്യണം. നിങ്ങൾ ഈ ഷെയറും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുമാണ് ഇത്തരത്തിലുള്ള പുതിയ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് നൽകാൻ പ്രോത്സാഹനം നൽകുക. അപ്പോൾ കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.